വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. 2024 നമ്മെ വിട്ടുപോകാൻ ഇനി 31 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്നടക്കം ഏകദേശം 4 ആഴ്ച മാത്രമേ നമുക്കിനിയും ബാലൻസായിട്ട് ഈ വർഷത്തിലുള്ളൂ എന്നുള്ള കാര്യം നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കണം. ഏകദേശം 320 ദിവസങ്ങൾ ഈ വർഷത്തിൽ കഴിഞ്ഞു. 365 ദിവസങ്ങളിൽ ഇനി 31 ദിവസം മാത്രമേ നമുക്ക് ശേഷിക്കുന്നു. നമ്മുടെ ആയുസ്സിനോട് കൂടെ നമുക്ക് എത്രമാത്രം ദൈവത്തെ സേവിപ്പാൻ നമുക്ക് സാധിക്കുന്നു, ദൈവിക കൂട്ടായ്മയിൽ എത്രമാത്രം നിലനിൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. നമുക്ക് കൂട്ടായ്മയുണ്ട്, ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, നമ്മുടെ സഹജീവികളോട് സഹപ്രവർത്തകരോടെല്ലാം നമുക്ക് കൂട്ടായ്മയുണ്ട്. നമ്മുടെ കൂട്ടായ്മ കൂടുവാൻ തക്കവണ്ണം ആര് മരിച്ചാലും അവിടെ പോകും, ഏത് കല്യാണത്തിനും പോകും. അത് എങ്ങനെയുള്ളതായ പൊതു കാര്യങ്ങളിലൊക്കെ നമ്മളിടവും ലോകപ്രകാരമുള്ള കൂട്ടായ്മ. മരിച്ചാൽ മരിച്ചിടത്ത് പോകണമെന്നുള്ളത് സാധാരണ ഒരു മാനുഷിക കൂട്ടായ്മയാണ്. കല്യാണത്തിന് പോകുക എന്നുള്ളത് മറ്റൊരു കൂട്ടായ്മയാണ്. മറ്റുള്ള പൊതുപ്രവർത്തന രീതികളിൽ നമ്മൾ ചെല്ലുന്നതൊക്കെ ഒരു കൂട്ടായ്മയാണ്. ദൈവിക കൂട്ടായ്മയിൽ നമ്മൾ എത്രമാത്രമുണ്ട്. അപ്പോസ്തലന്മാർ ഇന്ന് വായിച്ചതായ ഭാഗത്ത് തന്നെ കാണുന്നു. അതിന് താഴോട്ടുള്ള 2-ാമത്തെ അധ്യായത്തിൽ അവർ ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, കൂട്ടായ്മ ആചരിച്ചു. ആ കൂട്ടായ്മ ബന്ധം പുതിയ നിയമസഭയിലെ ആദ്യത്തെ ബന്ധമായി. ആ പുതിയ നിയമസഭയിലുള്ളതായ ബന്ധം എത്രമാത്രം നമുക്കിന്ന് തുടരുവാൻ സാധിക്കുന്നുണ്ട്. ഞായറാഴ്ച കൂട്ടായ്മ നമുക്കുണ്ട്. മറ്റുള്ള കൂട്ടായ്മ നമുക്ക് സമയം കിട്ടാറില്ല, അതിന് നമ്മൾ സമയം ചിലവിടാറുമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കും. ധാരാളം നമ്മുടെ ആൾക്കാർ അനുദിനവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത്, സാർ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചു, ധനവാൻ കല്ലറയിൽ കിടന്ന് നരകത്തിൽ കിടന്നിട്ട് എനിക്ക് അല്പം വെള്ളം തരണമേ എന്ന് പറഞ്ഞതായി സമയത്ത് ഞാൻ ഓർത്തു, നമ്മുടെ ശവക്കൂട്ടയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, അതൊരു രസകരമായ ചിന്തയാണെങ്കിൽ തന്നെയും അവിടെ ഗവൺമെൻറ് പറഞ്ഞ് നിർബന്ധമായും വെള്ളം വെക്കണം. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നരകത്തിൽ കിടക്കുമ്പോഴും ദാഹിക്കും, നരകത്തിൽ കിടക്കുമ്പോഴും നമുക്കെല്ലാ ചിന്തകളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മ വരും. ഭൂമിയിലിരിക്കുന്നതിനേക്കാൾ ചിന്തയോടാണ്. ഇന്നലെ വേറെ ഒരു ന്യൂസിൽ കണ്ടു, ജയിലിൽ കിടന്നാലും വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സുഖമാണ്. അതുകൊണ്ടാണ് കൂടുതലും ക്രിമിനലുകൾ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. ആഹാരമുണ്ട്, മൊബൈലുണ്ട്, വലിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും അതൊക്കെ കിട്ടുന്നുണ്ട്, ഏകാന്തതയുണ്ട്, കുടുംബത്തിൻ്റെ ശല്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നാം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നാം സഹജീവികളാണ്. പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം വെറുക്കുകയും പരസ്പരം കാണുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ദൈവികമായുള്ള ഒരു കൂട്ടായ്മ മാത്രമേ ഇവിടെ കുറവുള്ളൂ. ബാക്കി എല്ലാ കൂട്ടായ്മയും ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു ആസ്പത്രി പോകണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഒരു കൂട്ടായ്മ ബന്ധം, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരെയും പരിചയപ്പെടുവാനുള്ളതായ ഒരു വേദി കൂടാണ് ആസ്പത്രികൾ, മരണ വീടുകൾ, കല്യാണ വീടുകൾ. നമുക്ക് എത്രമാത്രം ദൈവീയമായുള്ള ചിന്ത അവിടെയൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ദൈവീയമായുള്ള ഒരു ചിന്തകൾ വരുന്ന ആവശ്യമില്ല. വിവാഹത്തിന് പോയാൽ പോകുക, എല്ലാവരെയും കാണുക, പരിചയപ്പെടുക, ചാപ്പാടടിക്കുക, വീട്ടിൽ പോവുക.
മരിച്ച വീട്ടിൽ പോയാൽ ഇത് തന്നെ ചിന്ത, ഉത്സവങ്ങളിൽ പോയാൽ ഇത് തന്നെ ചിന്ത. എല്ലാം ഒന്ന് കണ്ട് ഒരു മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോവുക. മനസ്സിൽ കുളിർമയുണ്ടായി വീട്ടിൽ ചെല്ലുമ്പോൾ കുളിർമ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം കുളിർമയും എത്രമാത്രം സന്തോഷവും എത്രമാത്രം സമാധാനവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന കാര്യമാണ് നമുക്ക് വിഷമമുള്ളത്. ബാക്കിയെല്ലാം നമുക്കുണ്ട്. അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപാട് പുസ്തകത്തിൽ AD 96 പറയുന്നു, നിങ്ങൾ മനസ്സാന്തരപ്പെടണം, മനസ്സിന് പുതുക്കം വരുത്തണം. ഇപ്പോൾ മുതൽ 28 ആഴ്ച വരെ നമുക്കിത് കാണും. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുന്നു ധാരാളം മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് കാണുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഒരു സൂത്രം വളരെ നല്ല വ്യക്തമായുള്ള ഭാഷയിലാണ് പറഞ്ഞ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവുകൊണ്ട് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പാൻ കാരണം റോമർ സഭയും കൊരിന്ത്യ സഭകളിലും മറ്റുള്ള സഭകളിലൊക്കെ നടക്കുന്ന മോശമായുള്ളതും മ്ലേച്ഛമായിട്ടുള്ളതുമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ഉണ്ടായിരിക്കണം. ഇന്നത്തെ ന്യൂസിലും കേട്ടു ശരീരത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ളതായ കാര്യം. ഓരോ വിധത്തിലുള്ളതായ കാര്യങ്ങൾ പറയുന്നത് ശരീരം കൊണ്ട് ജീവനും വിശുദ്ധിയും. നമ്മുടെ ശരീരത്തിന് ജീവനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ശരീരത്തിന് ജീവനുള്ളതുകൊണ്ട് നമ്മൾ തൊഴിൽ ചെയ്യുന്നു, സമ്പാദിക്കുന്നു, എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോകും. ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു. എന്താ തൊഴിൽ? ഞാൻ ഈ ഫുഡ് കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ടൊമാറ്റോസ് ഏജൻസ്. നമ്മൾ ഫോൺ ചെയ്താൽ ഉടനെ മലബാറുകാർ നമുക്ക് ചാപ്പാട് ഇവിടെ വീട്ടിൽ കൊണ്ടുതരും. 10 ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉടനെ കൊണ്ടുവരും, 10 ചാപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരും. അപ്പം ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നവന് ഈ മലയോരത്തിൻ്റെ പ്രദേശത്തുള്ള ഒരാൾ പാലക്കാട് പോയി ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ട് നമ്മുടെ ഇവിടെ കൊണ്ട് കൊടുക്കുക. ശരീരത്തിന് ജീവൻ്റെ ആവശ്യത്തിന് ജീവൻ നിലനിർത്തുവാൻ. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു, ഞങ്ങളുടെ കൂടെയുള്ളവരോട്, ഒരുവൻ പാലക്കാട് പോയി ഫുഡ് എടുത്ത് പെട്രോൾ അടിച്ച് വണ്ടി കൊണ്ടുപോയി എല്ലാം കൂടെ കണ്ടാൽ കൂടിയാൽ 1000 രൂപ കിട്ടും. അതിലൊരു 200-300 രൂപ പെട്രോളിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും. 500-600-700 രൂപയാണ് അവൻ്റെ റേറ്റ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ളതായി ശരീരത്തെ പുലർത്തുവാൻ തക്കണം അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഭാര്യ, 1-2 മക്കൾ, മാതാപിതാക്കൾ. അപ്പം ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. ശരീരം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. പണിക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഒരാളെ നമ്മുടെ വീട്ടിൽ പണിക്ക് വിളിച്ചാൽ അവനോ അവളോ പണിയെടുക്കുന്ന കറക്റ്റായിട്ട് നമ്മൾ കൂടെ നിന്ന് പണിയെടുക്കും. പണ്ടാണ് ഈ പാലക്കാടുകാരാണെങ്കിൽ വരമ്പത്ത് പോയി കുത്തിയിരിക്കും, കൂടെയും പിടിച്ച്. തൊഴിലാളി പെണ്ണുങ്ങളെല്ലാം പണിയെടുക്കുന്നത് നോക്കിയുണ്ട്. അവർ പറയാൻ നീ ഒന്ന് മാറിയാലല്ലേ ഞങ്ങളുടെ പ്രൈവറ്റായുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റൂ. മാറില്ല ചില മുതലാളിമാർ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ഉണ്ടായിരിക്കണം. ജീവൻ ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം, ദൈവത്തിന് പ്രസാദം ഉണ്ടായിരിക്കണം. ഇതെത്ര അക്സെപ്റ്റായിട്ട് എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണ്. ശരീരത്തിന് ജീവനുണ്ട്, ജീവനും വിശുദ്ധി ഉണ്ടായിരിക്കണം, പാപരഹിതമായിരിക്കണം.
വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മൾ വിശുദ്ധിയെ തികച്ച് നാം ഓടിപ്പോകുന്നുള്ള പാട്ടുണ്ട്. വിശുദ്ധി കൊണ്ട് അപ്രകാരമല്ല ഉദ്ദേശിക്കുന്നത്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന നമ്മുടെ തൊഴിൽ 6, 7, 8 മണിക്കൂറുകളാണ്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ച്, ലേബർ നിയമം അനുസരിച്ച് 8 മണിക്കൂർ വരെ മാത്രമേ സാധാരണ തൊഴിലുള്ളൂ. ഇപ്പം കടയിൽ പോയെന്ന് പറഞ്ഞാൽ പലരും പറയും, രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 5 മണി, 6 മണി, 7 മണി ആകുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറായി? നിന്ന് മാത്രമേ പണിയെടുക്കാൻ പറ്റൂ, ഇരുന്ന് പണിയെടുക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഈ ജൗളിക്കടകളിലൊക്കെ തുണിയെടുക്കുന്ന, അതേപോലെ പീഡിയകളിൽ, കടകളിൽ, ഷോപ്പിംഗ് സെൻ്ററുകളിൽ നിന്ന് പണിയെടുക്കണം. കണ്ടക്ടർമാർ നിന്ന് പണിയെടുക്കണം. പലപ്പോഴും ഞാൻ പല കണ്ടക്ടർമാരെയും പണ്ട് ഒക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് അവരവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കാലുണ്ട്, ആ കാലിൽ ചാഞ്ഞ് നിന്നിട്ടാണ് ടിക്കറ്റ് എഴുതുന്നത്, ടിക്കറ്റ് പൈസ വാങ്ങുന്നത്. കാരണം അവൻ്റെ ശരീരപ്രകൃതി അനുസരിച്ചും അവന് കഷ്ടപ്പാടാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കും, ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരിക്കും. ജീവനുള്ളവർക്കോ ഈ പണികളൊക്കെ ചെയ്യാൻ പറ്റും. ജീവനില്ലാത്തവർ ആസ്പത്രികളിൽ ചെന്നാൽ രോഗക്കിടക്കയിലാണ് കിടക്കുന്നത്. 250 രൂപ, 500 രൂപ, 1000 രൂപ, 2000 രൂപ, 5000 രൂപയുടെ ബെഡുകൾ. ഈ ബെഡുകളിൽ എങ്ങനെ കിടക്കും? ജീവനുണ്ട്, ജീവശവങ്ങളായിട്ട് കിടക്കുക. അവരെ കൊണ്ട് ഒന്നുമില്ല, ഹെൽപ്ലെസ്സാണ്, സഹായമസ്ത. അവരവിടെ രോഗത്തിൽ കിടന്നാൽ, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും രോഗക്കിടക്കയിൽ കിടന്നാൽ ഒരാൾ വന്നു പോയിക്കൊണ്ടിരിക്കണം, ഒരാൾ കൂടെ ഇരിക്കണം. ജീവനുണ്ട്, പക്ഷേ അവരെ കൊണ്ട് പ്രയോജനമില്ല. ഞാൻ പോയ ആഴ്ചയിൽ ഞങ്ങളുടെ ഒരു ചേട്ടൻ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു 2 ആഴ്ച മുന്നേ. ജീവനുണ്ട്, 3 പണിക്കാർ കൂടെയുണ്ട്, ഭാര്യയും കൊണ്ട്. ഓരോ കാര്യത്തിനും ഓരോ പണിക്കാർ കൂടെ നിന്ന് ചെയ്യുക. അവൻ്റെ സാമ്പത്തിക ശാസ്ത്രം ശരിയായതുകൊണ്ട് അവനങ്ങനെ ചെയ്യുന്നു. എല്ലാവർക്കും അതേപോലെ സാമ്പത്തിക ശാസ്ത്രം ശരിയാകണമെന്നില്ല. മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ അറിയാം, ഒരു ബെഡിൽ 2 പേര് വീതം കിടക്കുന്ന കഷ്ടപ്പാട്. ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കും. അവിടെ വലിയ ഒരു ഉത്സവ സമ്മേളനമാണ്. എല്ലാവർക്കും 2ഉം 3ഉം ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കും. ഓരോ രോഗിക്കും, ഒരു രോഗിക്ക് 2ഉം 3ഉം പേര് വന്നാൽ എത്ര ബുദ്ധിമുട്ട്, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട്. ജീവനുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. ശരീരത്തിന് ജീവനുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന ജീവനായിരിക്കണം. കിടക്കേ കിടക്കുന്ന പ്രവർത്തനമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പലരെയും നമ്മൾ കാണുന്ന സമയത്ത് പറയും, ഞങ്ങളൊക്കെ മരിച്ചു പോകുന്നതിന് മുന്നേ കർത്താവിനെ അനുസരിക്കും, മരിച്ചു പോകുന്നതിന് മുന്നേ വചനം അനുസരിച്ചും സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വരും. മണ്ടത്തരമാണ്, ചെയ്യില്ല. ആയുസ്സും ആരോഗ്യവും ചെറുപ്പത്തിലുണ്ട് എങ്കിൽ ആ സമയത്ത് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട് പരിശുദ്ധനാൽ മുദ്രയിടപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി, ജീവനുള്ള വ്യക്തിയാണ്. അവന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. ഞാൻ ചെയ്യാമെന്നേ, എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ ചെയ്യാമെന്നേ. എടാ, നീ മാനസാന്തരപ്പെട്ട് വാ, ഇല്ലെങ്കിൽ നീ പോയി അവിടെ പോയി 5-6 സ്നാനമുണ്ട് കാര്യം നടക്കാൻ. ഞാൻ ഉദ്ദേശിച്ച സ്നാനം രക്ഷയ്ക്കുള്ള സ്നാനമല്ല. അവന് കഞ്ഞി കുടിക്കാനും പെണ്ണ് കെട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് ആ സ്നാനം. നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ, നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നിന്റെ യൗവനത്തിൽ, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം. ചെറുപ്രായത്തിൽ, നിന്റെ ടീനേജ് പ്രായത്തിൽ നീ കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച്, എന്നാൽ മാത്രമേയോ നിന്റെ ജീവനും ഉള്ള ശരീരം ജീവനുള്ളതായിരിക്കണം. അവിടെ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായി. അതെന്തെന്ന് ചോദിച്ചാൽ, ആ സ്വഭാവം വളർത്തിയെടുക്കണമെങ്കിൽ യൗവനത്തിൽ മാത്രമേ വളർത്തിയെടുക്കാൻ പറ്റൂ. എന്തിനാ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ എൻ്റെ മകൻ എഞ്ചിനീയർ ആകണം, എൻ്റെ മകൻ ഡോക്ടറാകണം, എൻ്റെ മകൻ വലിയ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായി മാറണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അവരെ പഠിപ്പിക്കുന്നു. അവർ പഠിക്കുന്ന ചെറുപ്പത്തിൽ പഠിച്ചാൽ
അത് ജീവിതത്തിൽ ഹൃദയസ്ഥമാക്കുവാനും പ്രാക്ടിക്കലാക്കുവാനും സാധിക്കും. വേറെ ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. സർക്കാർ ജോലി രാജിവെച്ചിട്ട് വക്കീൽ പഠിക്കാൻ പോയി. ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ ഈ സമയത്ത്? എൻ്റെ ഭർത്താവ് വക്കീല്, മകൻ വക്കീല്, ഞാനും വക്കീലാകാൻ പോവാം. അപ്പം ഞങ്ങൾക്ക് ഒരു കോടതിയിൽ എല്ലാവർക്കും കൂടെ വാദിക്കാൻ പോകാനുണ്ട്. അതല്ല ആവശ്യം. ചെറുപ്രായത്തിൽ ഇപ്പം പ്ലസന് അവൻ്റെ പ്രായം, അതുപോലെ ഇവാന, അതുപോലെ സീന, ഇവരൊക്കെ ഈ പ്രായത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. അവർ രക്ഷയിലേക്ക് കടന്നു വന്നു. ജീവനുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള, അവിടെ പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഭവത്തിൽ അവരുടെ ലൈഫ് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കാൻ സാധിക്കും. ആർക്കും വേണ്ടാത്ത പ്രായത്തിൽ വടികുത്തി വരുന്ന സമയത്ത് കർത്താവിനെ സ്വീകരിച്ചാൽ അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നിനും പറ്റില്ല. പലപ്പോഴും ആൾക്കാർ പറയും, ഞങ്ങൾ സുവിശേഷം ഇപ്പോഴല്ലേ കേട്ടത്, ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം എന്നുള്ള വചനം കേട്ടിട്ട് ആർക്കും വേണ്ടാത്ത പ്രായത്തിൽ എൻ്റെ അപ്പൻ വെള്ളത്തിൽ മുങ്ങി സാക്ഷീകരിച്ചു എന്നൊക്കെ പറയും. വെള്ളത്തിൽ സാക്ഷീകരിക്കുള്ളൂ, കർത്താവിനെ സ്വീകരിക്കുന്നില്ല. നാട്ടുകാരോട് പറയും, വലിയൊരു സദ്യം കൊടുക്കും, ഇതാ എൻ്റെ അപ്പൻ ഇങ്ങനെയൊക്കെ ആയിന്ന്, എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആയിന്ന്. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷയുടെ തത്വം നീ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ ചെറുപ്രായത്തിൽ ജീവനുള്ളവരായിരിക്കണം. ജീവനുള്ളവരായിട്ട് അവരെ കത്തുന്ന സ്തംഭം പോലെ ഇരിക്കും. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, അവർക്ക് മാത്രമേ വിശുദ്ധി 100% 100% കാക്കാൻ പറ്റൂ. പാപത്തിൽ നിന്ന് അവരെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ കർത്താവിനോടുകൂടെ ചേരുന്ന സമയത്ത് പാപത്തെ കുഴിച്ചിടുകയാണ്. 6-ാം അധ്യായത്തിൽ പറയുന്നു, പാപത്തെ കുഴിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ അവർ ചേർന്നു. ജീവിക്കുന്നത് പുതിയ സൃഷ്ടിയായിട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് മാറുമ്പോൾ ജീവനുള്ളവരാണ്, വിശുദ്ധിയുള്ളവരാണ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കാൻ സാധിക്കും. അവർക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ എന്തുവരും? ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന കച്ചവടത്തിലേക്ക് പോയാൽ വരും. ഞാനും ദൈവമകനാ ദൈവമകളാ, സാറ് പറഞ്ഞ പോലെ അവിടെ വെള്ളം വെച്ചിരിക്കുന്നത് ഇത് കുടിക്കാനാ. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ബുദ്ധിയുള്ള ആരാധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഈ ജീവിതം, ബുദ്ധിയുള്ള ആരാധന. 4-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു, ശമരിയക്കാരത്തെ സ്ത്രീ അവിടെ ദൈവത്തെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയും. വ്യർത്ഥമായ ആരാധന കാണുന്നുണ്ട്. നമ്മൾ കാണുന്നത് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു, എൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹകളാക്കി മാറ്റി. ഇന്നലെ പോപ്പിൻ്റെ അടുത്ത് ഇവിടുത്തെ വലിയൊരു ഡെപ്യൂട്ടേഷൻ ആൾക്കാർ പോയിരുന്നു. ഏത് സ്വാമി നിർമ്മലാനന്ദ സ്വാമിയോ, അവിടുത്തെ ഒത്തിരി സ്വാമികളും ഒത്തിരി അച്ഛന്മാരും ഒക്കെ കൂടെ പോയി ഇവിടെ മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനി. അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ തത്വങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നാൽ പറഞ്ഞ് അവരെ പൊത്തോരുത്വത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു. ജീവനുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗം സമർപ്പിക്കുന്നവരായി യഥാർത്ഥമായുള്ള ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന. ഞായറാഴ്ച എല്ലായിടത്തും കൂടി വന്നിട്ട് എന്ത് ട്രമ്മിലും ഇപ്പം ഈ കലോത്സവത്തിൻ്റെ കാലങ്ങളാണ്, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ചെണ്ടി അടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെങ്കിൽ നീ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവസ്ഥയും മാത്രമാണ്. കിഴവനായിട്ട് സമർപ്പിച്ചാൽ ആരും കാര്യമില്ല. മീൻ്റെ തലയും കാണിക്കും.
പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായി സമർപ്പിക്കണം. എത്രമാത്രം നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? ബുദ്ധിയുള്ള ആരാധനക്കാരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള ആരാധനക്കാരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി ജീവനുള്ളവരായിട്ട്, വിശുദ്ധിയുള്ളവരായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട്, ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി ദൈവിക സിദ്ധാന്തത്തിൽ വളരുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സിദ്ധാന്തത്തിൽ വളരാത്തത് കൊണ്ടാണ് ക്രൈസ്തവരും ഇന്ന് മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ ഡ്രഗുകൾക്കും അടിമയായി പോകുന്നത്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരാൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിൽ താഴോട്ട് പോകുന്ന ഭാഗത്ത് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സുബുദ്ധിക്കരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപമായാലോ ജീവിക്കാൻ പറ്റൂ, കോംപ്രമൈസിങ്ങിലേക്ക് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിന് അനുരൂപമായിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി മനസ്സുബുദ്ധിക്ക് രൂപം. നിന്റെ സ്റ്റാൻഡിങ് പോയിന്റ് നീ എവിടെ ചെന്നാലും അറിയണം. ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവൻ യഹൂദബാലനായി. അവൻ സമയം കിട്ടുമ്പോഴൊക്കെ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ഇവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതും ശരിയാ ഇതും ശരിയാന്ന് പറയാറില്ല. അതും ശരിയാ ഇതും ശരിയാണെന്നുണ്ടെങ്കിൽ നീ പാതാളത്തിലേക്ക് പോകുന്ന വഴി കണ്ടെത്തുക. അതും ഇതും ശരിയല്ല, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ആ വഴിയെ സഞ്ചരിച്ചാൽ മാത്രമേ പറ്റൂ. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. നമുക്ക് എത്രമാത്രം സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ഓരോന്ന് മുച്ചിട്ട് കളിക്കാരനെ ചീട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. മുച്ചിട്ട് ഇപ്പോൾ എനിക്കില്ലെന്ന് തോന്നുന്നു. ഈ അമ്പലപ്പറമ്പിലെ പൂരപ്പറമ്പിലൊക്കെ ആയിരുന്നത് ചീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പണം വെക്കുമ്പോൾ ആദ്യം നമുക്ക് പണം കിട്ടും, 2-3 പ്രാവശ്യം കിട്ടില്ല, പിന്നെ തുടരെ വെച്ചുകൊണ്ടിരിക്കും, പോക്കറ്റ് കാര്യ. ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ള ബുദ്ധിയുടെ ആരാധനയാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ. നമുക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട്? ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുവാൻ നമുക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട്? ദൈവിക കൂട്ടായ്മയിൽ പങ്കാളികളാവാൻ നമുക്ക് എത്രമാത്രം സമയമുണ്ട്? നമുക്ക് സമയമില്ല. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ലൈഫാണ്. അയ്യോ, കുട്ടികൾക്ക് പഠിക്കണം, ഞാൻ ചെന്നാലോ ചോറ് വെക്കാൻ പറ്റൂ, ഞാൻ ചെന്നാലോ കോഴിയും പട്ടിയും പിടിച്ചിടാൻ പറ്റൂ, പശുവിനെ കിടക്കാൻ പറ്റൂ, ഇതൊക്കെ ആൾക്കാർ പറയുന്നത്. മാറ്റാൻ പറ്റുന്നത് കർത്താവിൻ്റെ പരിപാടി മാത്രമേ. എനിക്ക് സമയമില്ല എന്ന് പറയാൻ കർത്താവിൻ്റെ പണിയെ പറ്റൂ. കർത്താവിൻ്റെ പണി മാറ്റി വെച്ചാൽ അത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മാറി ഇരുന്നോളൂ. ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിപ്പാൻ നമുക്ക് എത്രമാത്രം. ഞാൻ എത്ര പ്രാർത്ഥിച്ച് കർത്താവേ, എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട്, പ്രാർത്ഥന തുടങ്ങിയിട്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അപ്പനമ്മമാരെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. കിട്ടാത്തത് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയി. ആഭിചാരകനായ ശീമോനോട് പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എങ്കിൽ നിനക്കിതിന് പങ്കുപോകുകയുമില്ല. ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. സമർപ്പിച്ചില്ല എങ്കിൽ
രോഗക്കിടക്കെ കിടക്കുമ്പോൾ 41 സങ്കീർത്തനം 10 പ്രാവശ്യം വായിച്ചാലും സുഖം കിട്ടില്ല. ആൾക്കാർ ചിന്തിക്കും, രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ രോഗക്കിടക്ക നീ മാറ്റിവരിക്കുന്നു, സൗഖ്യം തരുന്ന കർത്താവാണ്. കർത്താവ് സൗഖ്യവും തരും, രോഗക്കിടക്ക മാറ്റിയും പിരിക്കും. നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തോ കർത്താവെ ഞങ്ങൾക്ക് നീ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ മലയോട് മാറ്റി. അതിനർത്ഥം കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നല്ല പുട്ടടിച്ച് നടന്നവന്മാർ വിശ്വാസത്തിൽ കുറവുള്ളവരായിട്ട് പറയുന്നു, കടുകുമണിയുടെ വിശ്വാസം നിങ്ങൾക്കില്ല. ഈ റോമാലേഖനം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 5-ലും 6-ലും എന്ന് പറയുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസം നിന്നിലുണ്ട്. അബ്രഹാമിന് ഒരു ചിരി വന്നു, 100-ാം വയസ്സ് കുട്ടി ഉണ്ടാകുന്നു, 90 ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പം സാറയും ചിരിച്ചു. ആ ചിരിക്ക് അവർക്ക് ശിക്ഷ കൊടുത്തു. അതുമാത്രമല്ല, സെക്കറിയാവൻ പറഞ്ഞു ചിരിച്ചു, അവനും ഒരടി കൊടുത്തു. കർത്താവിൽ വിശ്വസിച്ച് 100%, 100% വിശ്വസിച്ചാൽ മാത്രമേ കർത്താവ് നിനക്ക് തരാൻ പറ്റൂ. നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും, നാടി, കാലിൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള ദേഹിയായിട്ട് ദൈവത്തിനോട് സമർപ്പിക്കാൻ സാധിക്കും. ജനങ്ങളുടെ ധാരണ പോയി കുറച്ച് കൈയടിച്ച് പാട്ട് പാടി, കുറച്ച് അല്ലേരിയം പറഞ്ഞ, നമ്മൾ ഈ അടുത്ത ഏരിയയിൽ പറഞ്ഞ ഇവരൊക്കെ സ്വർഗത്തിൽ പോകുന്നവരാന്ന് പറയും. പോയേക്കാം, പോകാതിരിക്കാം, അതൊന്നും നമുക്കറിയാം. അത് നമ്മുടെ ഭാഷ്യത്തിലില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർ തീരുമാനിച്ചോട്ടെ. അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് 99.9% ആൾക്കാർ ലോകത്തിൽ. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ വേണ്ടി ജീവിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ഹിതം ഇവിടുന്ന് ഉറങ്ങലല്ല, ഞായറാഴ്ച കച്ച കെട്ടി ഇങ്ങോട്ട് വരലല്ല. ദൈവസന്നിധിയിൽ വന്ന് നമ്മെ തന്നെ എത്രമാത്രം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. നാട്ടുകാരുടെ കാര്യമല്ല, നാട്ടുകാർ മുഴുവനും അവിടേക്കും ഇവിടേക്കും പോകാം. നിൻ്റെ ആത്മാവിന്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ തീരുമാനിച്ച, യോശുവ അടിച്ചു വളർത്തി തൻ്റെ മക്കളെ. അതുകൊണ്ടാണ് യോശുവയ്ക്ക് ഉറപ്പ് കൊടുത്തത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പോകും. കാരാഗ്രഹ പ്രമാണിയോർ, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ ഈ സിദ്ധാന്തം അനുസരിക്കണം. നമുക്ക് എത്രമാത്രം പറയാൻ സാധിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് മേലെ നിന്ന് ചാടിച്ചാകുന്ന ജനങ്ങളാണ് ഇന്ന് ലോകത്തിൽ. ഇഷ്ടംപോലെ സമ്പാദിക്കും, എന്നിട്ട് അവസാനം ഒരു ആത്മഹത്യ. അതല്ല, ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരണം. ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. മത്തായി 7 പറയുന്നു, 22 പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയി. നമ്മൾക്ക് ഇത്രയും ഞാൻ ചോദിക്കുന്നത് ഇന്ന് 24 അവസാന മാസത്തിൽ കടന്നു വന്നിരിക്കുക. നമുക്കൊക്കെ ഏകദേശം, ഞങ്ങൾ ചിലർക്ക് മാത്രമേ 10, 60, 70, 80 ഒക്കെ ഉള്ളൂ. 80 തന്നു, 70 മേലെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ നാം ചിന്തിക്കുക, ഇത്ര വർഷക്കാലം നമ്മൾ ഞായറാഴ്ച കിതാബ് എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നു, യോഗത്തിന് വന്നു, അവിടെ പോയി, ഇവിടെ പോയി, എല്ലായിടത്തും പോയി. അവസാനം ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ മത്തായി എന്ന് പറഞ്ഞാൽ മത്തായിയുടെ അവസ്ഥ ഉണ്ടാകും.
മറിയാമേ ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും? എൻ്റെ അപ്പൻ നല്ല അപ്പനായിരുന്നു, എന്നെ അങ്ങനെ പഠിപ്പിച്ച് വളർത്തി. ഞാൻ നിന്നെ ആരാധിപ്പാൻ ഇവിടെ വന്നു. എനിക്ക് നിന്നെ ആരാധിക്കാൻ എനിക്ക് നല്ല ഹൃദയം നീ നൽകി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയം ബാല്യം മുതലേ ദോഷമുള്ളത്. ബാല്യം മുതലേ പിള്ളേരുടെ ഹൃദയം ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ഈ ദോഷമുള്ള ഹൃദയം മാറ്റി ദാവീദ് പറയുന്നു, എന്നെ നന്നായി ഒന്ന് കഴുകണം, എന്നെ നന്നായി കഴുകി ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. 139-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശ്വാസമായ മാർഗത്തിൽ എന്നെ നടത്തണം. ദൈവം നിന്നെ ക്ലീൻ ചെയ്ത് സ്കാൻ ചെയ്ത് നിന്റെ ഹൃദയത്തിലെ അന്തരംഗത്തിലെ സർവ്വതും അറിയും. ഇന്നത്തെ സ്കാനിങ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മിഷൻ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ളത്. ദൈവം സ്കാൻ ചെയ്യുമ്പോൾ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ആദിമ ക്രിസ്ത്യാനികൾ നിങ്ങൾ എന്ത് ചെയ്യണ്ടു? നിങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ തന്നെ കർത്താവും രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ കൂടിയിരിക്കാൻ ദൈവമക്കളാകുന്ന നമ്മളെല്ലാവരും അറിഞ്ഞുകൊള്ളട്ടെ. നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധി നമ്മെ സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരം ആത്മാവ് കൊണ്ടും ദൈവത്തിന് പ്രസാദമുള്ള യാഗം എത്രമാത്രം അർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ഈ ലോകത്തോട് അനുരൂപം ആകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപം നൽകണം. ജീവിതത്തിനൊരു വ്യതിയാനം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. നമുക്ക് എത്രമാത്രം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരാൻ പറ്റും. കർത്താവിൻ്റെ മേശ നമുക്ക് കടന്നു വരാൻ പോകണം. ചിന്തിപ്പാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരം ജീവനുണ്ടായിരിക്കണം, വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഈ 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കത് പ്രാപ്തിയായി പഠിക്കുവാൻ സ്റ്റഡി ചെയ്തു അവരുടെ മൈൻഡ് സമർപ്പിപ്പാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രായമുള്ളവന്മാരായതുകൊണ്ട്, പ്രായമുള്ള അമ്മമാരായതുകൊണ്ടൊക്കെയാണ് നമുക്ക് കുറച്ച് വിഷമം. ഈ ലോകത്തോട് അനുരൂപമാകരുത്. ഈ ലോകത്തോട് അനുരൂപമായാൽ 1 സങ്കീർത്തനം പറയുന്നു, ഞാൻ ഇരിക്കില്ല, കിടക്കില്ല, നിൽക്കില്ല ഒക്കെ പറയുന്നു. ഈ ലോകത്തോട് അനുരൂപമായില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ അവരോടുകൂടെ പോയി ഉണ്ണുകയും തിന്നുകയും ചെയ്യുന്നതിലല്ലേ പറയുന്നത്, അവരുമായിട്ട് മിങ്കിള് ചെയ്ത് അവരുടെ സ്വഭാവവിശേഷത നിങ്ങളുടെ ജീവിതത്തിലാക്കരുത്. ഇസാക്കിന് ഒരു പെണ്ണെടുക്കാനും വേണ്ടി പോയ സമയത്ത് ഏലിയാസറിനെ വിളിച്ച് പ്രത്യേകിച്ച് അബ്രഹാം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുലത്തിലുള്ള ഒരു പെണ്ണിനെ മാത്രമേ എടുക്കാവൂ. ഏലിയാസർ അബ്രഹാമിൻ്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്തു, സമ്മതിച്ചു. ഈ ലോകത്തോട് അനുരൂപമാകാൻ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഞമ്മന്ന് ജീവിക്കാം. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ ലിസ്റ്റിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ പേരുകൾ എഴുതപ്പെടുവാൻ തക്കവണ്ണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപം നൽകും. നമുക്ക് എത്രമാത്രം മനസ്സ് പുതുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? മനസ്സിന് മാറ്റം വരുത്തുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നു? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ രക്തം സർവ്വപാപവും പോക്കി നമ്മെ രക്ഷിപ്പാൻ മതിയാണ്. നമ്മുടെ ശരീരവും ജീവനും ആത്മാവും ദൈവത്തിന് വേണ്ടി നമുക്ക് എത്രമാത്രം സമർപ്പിക്കാൻ സാധിക്കും? ഈ 24-ൻ്റെ അവസാന മാസത്തിലെ ഒരു പ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക.
ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. വന്നുപോയ വീഴ്ചകൾ, താഴ്ചകൾ, കുറവുകളുണ്ട്. കർത്താവെ, എന്നോട് സദയം ക്ഷമിക്കണം. മുടിയനായ പുത്രൻ പന്നിക്കൂട്ടി കിടക്കുമ്പോഴാണ് അവന് ബോധം വന്നത്. പന്നിക്കൂട്ടി കിടന്നപ്പം മുടിയനായ പുത്രൻ ബുദ്ധി വന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് എൻ്റെ അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അതാണ് മാനസാന്തരം. അതാണ് ജീവിതത്തിൽ മാറ്റം. പത്രോസ് പുറത്തിറങ്ങിപ്പോയി പൊട്ടിക്കരഞ്ഞു. പത്രോസിൻ്റെ മാറ്റം. ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പനി ആയപ്പോൾ പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല. പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. കാരണം താൻ ചെയ്ത പാപം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമായി. യൂദ പുറത്തിറങ്ങി സങ്കടപ്പെട്ടു. അവന് മാനസാന്തരമല്ല, പണത്തിനെ മോഹിച്ചവൻ ചെയ്തു. അവൻ ചെയ്ത തെറ്റ്, അതിനനുസരിച്ച് അവൻ ശിക്ഷ അനുഭവിച്ചു. എന്തു ചെയ്തു? ഇന്ന് വായിച്ചു, തൂങ്ങിച്ചെത്തു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക. അതിനുള്ളതായ സമയമാണ്. കർത്താവിൻ്റെ മേശയിൽ വരുമ്പോൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ദൈവം നമുക്ക് സമയം തന്നിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നതിന് നമ്മൾ മടി വിചാരിച്ചാൽ അതിനും നമുക്ക് ശിക്ഷാവിധി. ആയതിനാൽ മാനസാന്തരപ്പെട്ട ദൈവഭാഗത്ത് ആദായപ്പെട്ടു വന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ സാധിക്കും. നിത്യതയിൽ കർത്താവിൻ്റെ അടുത്ത് പോകാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒറ്റ വാക്ക്. പിന്നെ എന്ത് ജസ്റ്റിഫിക്കേഷനോ എന്ത് മാറ്റർ നമ്മൾ സംസാരിച്ചാലും നോ റെമഡി, ഒരു മറുപടിയുമില്ല. ആയതിനാൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. മാനസാന്തരത്തിനനുസരിച്ച് ഫലം കായ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണ് നീ മാനസാന്തരപ്പെട്ട് ആദായപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി വീണ്ടും വരിക. അതിന് ദൈവം നമ്മെ ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ.